ആരോഗ്യമുള്ള ആത്മീയതയുള്ള സഭയുടെ പ്രാരംഭ ലക്ഷണം എന്തായിരിക്കും എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. हम आज इस मनन करेंगे कि वो कलीसिया जो तंदुरुस्ती के साथ और एक अच्छे स्वस्थ के साथ प्रभु के लिए खड़े रहता है, उसकी विशेषताएं. നമ്മുടെ ശരീരം ആരോഗ്യം വെക്കുന്നത് പോലെ തന്നെ സഭയ്ക്കും ആ ആരോഗ്യം ഉണ്ടാകണം. हमारा शरीर जिस समान आरोग्य में और तंदुरुस्ती में रहता है, वैसे ही हमारी कलीसिया को भी बनी रहनी है. ഒന്നാമത്തെ കാര്യം, ആ സഭ ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന സഭയായിരിക്കും. पहली तो बात यह है कि वो कलीसिया जो है परमेश्वर के वचन को प्रधान स्थान देने वाला बनना है. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിലാണ് ആ കാര്യം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ. प्रेरितों की किताब 2 अध्याय के 42वें कलम में हम इस बात को पढ़ते भी हैं. അവിടെ ദൈവവചനത്തിന്റെ ഉപദേശത്തെ കുറിച്ചും പഠനത്തെ കുറിച്ചും ശരിയായ വ്യാഖ്യാനത്തെ കുറിച്ചും ഒക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ. वहाँ परमेश्वर के वचन, उसको किस समान पढ़ना है, उसको कैसे व्याख्यान कर समझना है, इन सारी बातों को लिखा भी है. നമ്മുടെ യാതൊരു ആത്മീയ ശുശ്രൂഷകളും മനുഷ്യന്റെ അഭിപ്രായം അനുസരിച്ചല്ല നടക്കേണ്ടത്. हमारा कोई भी आत्मिक जो सेवकाई है मनुष्य के सोच समझ के हिसाब से नहीं चलाना है. വചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. वचन के आधार में उसे बनना है. അതാണ് നിലനിൽക്കുന്നത്. वही तो स्थिर बना रहता है. അതാണ് നമുക്ക് ആത്മീയ വർധന നൽകി वही तो തരുന്നത്. हमें आत्मिक बढ़ोतरी भी देता है. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2:42 ഒന്ന് വായിക്കാം. प्रेरित സുപരിചിതമായ 2:42 को हम पढ़ें. और वे प्रेरितों से शिक्षा पाने और संगति रखने और रोटी तोड़ने और प्रार्थना करने में लौलित रहे. അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, കഴിച്ചും പോന്നു എന്ന് प्रेरितों की शिक्षा और संगति और रोटी तोड़ते हुए प्रार्थना करते हुए वो आगे बढ़ते रहे. അവിടെ ആ മീറ്റിംഗ് ഒരു മനുഷ്യന്റെയും അഭിപ്രായ പ്രകാരമല്ല നടന്നത്, ദൈവവചനത്തിനനുസരിച്ചാണ് ആ മീറ്റിംഗ് നടന്നത്. वहाँ की सभाएं कोई मनुष्य की सोच विचार से नहीं, परमेश्वर की आत्मा के हिसाब से चलती थी. മർക്കോസിന്റെ മാളികമുറിയിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അവര് അവിടെ ഇരുന്നു. मरकस के अटारी में बैठने के लिए उन्हें कहा गया और वो वहाँ बैठ गए. അവിടെ നിന്നാണ് ആ ശുശ്രൂഷയുടെ ആരംഭം നമ്മൾ वहीं കാണുന്നത്. से तो सेवकाई की शुरुआत को हम देखते हैं. കൂടി ഇരുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി जो വസിച്ചു. इकट्ठा होकर बैठे थे, वहाँ परमेश्वर की आत्मा उनके ऊपर बड़े शक्ति के साथ उतरी. അവർ പ്രാരംഭത്തിൽ തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. शुरुआत से ही उस विषय में वो प्रार्थना करके बैठे അപ്പോൾ हैं. ആരോഗ്യമുള്ള സഭയുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന एक സഭയായിരിക്കും. तंदुरुस्त कलीसिया की पहली लक्षण यही तो होती है कि वो प्रार्थना करने वाली कलीसिया है. പേഴ്സണൽ പ്രയറും ഗ്രൂപ്പായിട്ടുള്ള പ്രയറും ഉണ്ടാകും. व्यक्तित्व प्रार्थना और झुंड में रहकर प्रार्थना करने वाली. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെങ്കിൽ അത് പ്രാർത്ഥനയിൽ നിന്നായിരിക്കും किसी ഉണ്ടാകുന്നത്. बात के ऊपर निर्णय लेना है तो प्रार्थना के द्वारा ही होता है. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ മനുഷ്യരെ സമീപിക്കുന്നതിന് പകരം ദൈവത്തെ സമീപിക്കുന്ന പ്രകൃതമായിരിക്കും ആ സഭയ്ക്കുള്ളത്. जिंदगी में परेशानी आए तो मनुष्य के पास दौड़ा नहीं जाता, लेकिन प्रार्थना करने वाला ये कलीसिया ही तंदुरुस्त कलीसिया रहता है. പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. प्रेरितों की किताब पहले अध्याय का 14वां कलम. അവിടെ യേശു പറഞ്ഞതനുസരിച്ച് ഒരു കൂട്ടം ജനം അവിടെ കൂടിയിരിക്കുകയാണ്. यीशु ने कहा, उसी को पालन करते हुए एक झुंड वहां आती है. യേശുവിന്റെ ശിഷ്യന്മാരുണ്ട്, यीशु के चेले हैं, ചില സഹോദരിമാരുണ്ട്, कई स्त्रियां हैं, അതുപോലെ മറിയയും അവിടെയുണ്ട്. यीशु की माता मरियम भी वहां है. അവിടെയാണ് സഭയുടെ ആരംഭ പ്രാർത്ഥന നമ്മൾ वहीं കാണുന്നത്. पे तो हम कलीसिया की शुरुआती प्रार्थना को देख അവർ पाते हैं. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അവരുടെ മേലേക്ക് ഇറങ്ങി വന്നു എന്നാണ് वे നമ്മൾ प्रार्थना വായിക്കുന്നത്. करते हुए बैठे रहे तो परमेश्वर की आत्मा उनके ऊपर उतर आई लिखी गई है. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അവരുടെ പ്രാർത്ഥനാ സഭ നടന്നപ്പോൾ അവിടെ ആത്മാവിന്റെ വലിയ ഒരു പ്രവാഹം ഉണ്ടായി എന്ന് यीशु കാണുന്നുണ്ട്. मसीह ने जिस समान उन्हें बता कर दी, वैसे जब वो करते रहे तो आत्मा की एक बड़ी बेदारी को वहां देखते हैं. അവരുടെ പ്രാർത്ഥനയും മറ്റു ശുശ്രൂഷകളും
സ്ഥിരതയോടെ നടന്നു എന്നാണ് उनकी മനസ്സിലാക്കുന്നത്. प्रार्थना और दूसरी सेवकाइयां स्थिरता के साथ चलती रही. ഫസ്റ്റ് സെഞ്ചുറിയിലെ സഭയുടെ ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് കൂട്ടായ പ്രാർത്ഥനയായിരുന്നു. पहले शताब्दी की कलीसिया की जो नींव कहे तो संगति की प्रार्थना ही थी. ആദിമ നൂറ്റാണ്ടിലെ ദൈവമക്കൾക്ക് ഏത് പ്രശ്നമുണ്ടായാലും അവർ വ്യക്തിപരമായും കൂട്ടായും പ്രാർത്ഥിച്ചിരുന്നു. पहले शताब्दी के कलीसिया के विश्वासियों को कुछ भी समस्या हो वो व्यक्तित्व प्रार्थना और संगति की प्रार्थना करते थे. മർക്കോസിന്റെ സുവിശേഷത്തിലും തളർവാദ രോഗിയെ കൊണ്ടുവരുന്ന ഒരു കൂട്ടായ യജ്ഞമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. मरकस के सुसमाचार में भी लकवे मारे हुए को झुंड के साथ ले आने वाली बात को देखते हैं. കൊണ്ടുവന്നവരാരും സംശയിച്ചില്ല ഇവൻ തിരിച്ച് കട്ടിലേപ്പന്നെ കടന്നു പോകുമോ എഴുന്നേറ്റ് നടക്കുമോ ഈ കാര്യത്തെ കുറിച്ചല്ല അവരുടെ ചിന്ത. लेके आने वाले मित्रों को ये सोच नहीं था कि इसके बाद क्या वो बिस्तर से उठकर चलेगा कि बिस्तर में लेटकर ही वापस जाएगा. അവർക്കൊരൊറ്റ ചിന്തയേ ഉള്ളൂ, ഇവനെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവെക്കുക. उनका एक ही सोच था, कुछ भी कर इस व्यक्ति को यीशु के सामने ले आना है. അതിനുണ്ടായ സകല പ്രതിസന്ധികളെയും അവർ അതിജീവിച്ചു और उसके എന്നുള്ളതാണ്. खिलाफ आने वाली सारी रुकावटों के ऊपर वो जयवंत हुए, ये बात दिखता है. ഒരു ചാക്ക് കെട്ട് കൊണ്ടുപോകുന്നത് പോലെയല്ല ഒരു കട്ടിലിൽ മനുഷ്യനെ एक കൊണ്ടുപോകുന്നത്. बोरी को ले जाते ऐसा नहीं होता, एक मनुष्य को खाट के साथ ले जाना വളരെ ബുദ്ധിമുട്ടുള്ള बहुत കാര്യമാണ്. ही कठिन कार्य है ये. അപ്പോൾ ഈ കഠിന കാര്യത്തിനു വേണ്ടി അവർ 4 പേര് ഒരുമിച്ച് പ്രയത്നിച്ചു. इस कठिन कार्य के लिए वो चारों व्यक्तियों ने एक समान प्रयत्न किया അവരുടെ പ്രയത്നം ഫലം കണ്ടു എന്നാണ് സുവിശേഷത്തിൽ और നമ്മൾ उनका വായിക്കുന്നത്. प्रयत्न का सफलता दिखता है. ये सुसमाचार में हम पढ़ते हैं. മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന വീട്ടുകാരനും അതിന് അനുകൂലമായിരുന്നു. सुसमाचार चलाने वाले घराने लोग भी उसके अनुकूल बन गए ജനക്കൂട്ട നിമിത്തം വീടിന്റെ റൂഫ് പൊളിച്ച് അകത്തേക്ക് ഇറക്കി और വെക്കുകയാണ്. इतना सारा झुंड था इसलिए छत खोलकर उस खाट को नीचे उतारते ഇന്നത്തെ हैं. പോലെ കോൺക്രീറ്റ് ചത്തൊന്നുമല്ലല്ലോ. आज के समान सीमेंट से बनाया हुआ छत तो नहीं है, ഇളക്കി മാറ്റാൻ എളുപ്പമുണ്ടായിരുന്നതാണ്. जल से खोल सकते थे उन दिनों के छत. ആ വീട്ടുകാരൻ അതിന് തടസ്സം നിന്നതായിട്ട് കാണുന്നുമില്ല. और उस घर का मालिक उसके लिए रुकावट करता है ऐसा भी नहीं दिखता. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ക്രിസ്തു അവനെ സൗഖ്യമാക്കി ले എന്നാണ് आए വായിക്കുന്നത്. हुए लोग के विश्वास को देखकर यीशु ने उसे चंगाई दिया हम देखते हैं. സഭയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് Amen. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. कलीसिया का प्रधान विशेष गुण यही होता है कि वो एक साथ प्रार्थना करें. അപ്പോസ്തല പ്രവൃത്തിയിൽ ധാരാളം പ്രാർത്ഥനകൾ അങ്ങനെ നമുക്ക് കാണുവാനുണ്ട്. प्रेरितों की किताब में भरपूर में इस समान के प्रार्थना बातें देखते हैं. അവരുടെ പ്രാർത്ഥനയ്ക്കപ്പുറമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതും അപ്പോസ്തല പ്രവൃത്തിയിൽ ധാരാളമുണ്ട്. उनके प्रार्थना की विशेषता की वजह से परमेश्वर के कार्य प्रकट होते हुए प्रेरितों में पढ़ते भी हैं. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും വരാം. हमारे जिंदगी में कोई भी परेशानी आ सकता നമ്മൾ है. ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മരണം എന്നുള്ളതാണ്. हम जो सामना करें वो सबसे बड़ा परेशानी कहे तो मृत्यु ही होता है. എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. सभी लोगों के लिए परमेश्वर ने एक समय नियुक्त किया है. അതിനു മുൻപേ ഒന്നും മനുഷ്യ ജീവിതത്തിൽ उससे സംഭവിക്കുകയില്ല. पहले मनुष्य जीवन में कुछ नहीं होने वाला. സങ്കീർത്തനക്കാരൻ പറയുന്നു ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത്. और भजन संहिता लिखने वाला कहता है कि आयु के बीच में मुझे उठा न लेना. ആയുസിന്റെ മധ്യത്തിൽ കൂടി മരണത്തെ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. आयु के बीच में मृत्यु को देखने वालों के लिए हम प्रार्थना करें. ദൈവം അവരെ നിശ്ചയമായിട്ടും വിടുവിക്കും. परमेश्वर निश्चय ही उन्हें छुड़ाएगा. ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. परमेश्वर का कार्य होगा. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു हम കൊടുക്കാം. परमेश्वर के हाथ में सौंप दें. ഏതു കാര്യം വന്നാലും ഒരല്പം നമ്മുടെ ഹൃദയം ആടി ഉലഞ്ഞു പോകുവാൻ कोई भी സാധ്യതയുണ്ട്. समस्या हो तो होता ही है कि हमारा दिल जो होता है जरा हिल जाता है, എന്നാൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കട്ടെ. लेकिन हमारा मन और हृदय मसीह में दृढ़ खड़ा रह पाए. കർത്താവ് പാതാളത്തെയും മരണത്തെയും हमारा ജയിച്ചവനാണ്. प्रभु ने पाताल और अधोलोक के ऊपर भी जयवंत हुआ है. ദാനിയേലും മറ്റും പറഞ്ഞതുപോലെ മരിച്ചാലും ജീവിച്ചാലും ദൈവ നാമത്തിന് മഹത്വം എന്ന് പറയുവാൻ നമുക്ക് दानिയേल और കഴിയട്ടെ. दूसरों ने कहा ऐसे मरे या जिए हमारे परमेश्वर का नाम उसमें महिमा हो ले. ഹൃദയത്തിൽ ഭാരം പെറുന്നവരോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ हृदय में ധൈര്യപ്പെടുത്തുകയാണ്. जिनको बोझ है उनको एक बात कहकर मैं धीरज बांधता हूँ. ഈ ജീവിതയാത്രയിൽ ഒന്നുകിൽ മരണം സംഭവിക്കും അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ इस ജീവിച്ചിരിക്കും. जीवन के सफर में शायद मृत्यु होगा या कुछ साल
साल और मिलेगा। ജീവിച്ചാൽ ക്രിസ്തു, മരിച്ചാൽ ക്രിസ്തുവിനോട് ചേരുന്നു. Amen. जिए तो मसीह, मृत्यु में मसीह के साथ हम मिल जाएंगे। ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരാരും മരിച്ച നാശത്തിലേക്കല്ല പോകുന്നത്. मसीह को जानने वाले हमारे प्रिय लोग कोई भी मृत्यु पाकर नाश की ओर नहीं അവർ जाते। എവിടേക്ക് പോകുന്നു എന്ന കൃത്യമായ ധാരണ वो നമുക്കുണ്ട്. किस ओर जाएंगे उसकी बड़े ही स्पष्ट धारणा हम में होती है। ദാവീദിനുണ്ടായ മകൻ, കുഞ്ഞു മകൻ രോഗം ബാധിച്ചു മരിച്ചു. दावीद को जो छोटा बच्चा हुआ वो भी बीमारी में मर गया। അവന്റെ സൗഖ്യത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. उसके चंगाई के लिए उपवास के साथ दाऊद प्रार्थना करता है വീട്ടിലും വെണ്ണീരിലും കിടക്കുകയാണ്. और इस समान पड़ा है। മകൻ മരിച്ചുപോയി. मृत्यु में हो गया बेटा। രാജാവിന്റെ സേവകരൊക്കെ ചെവിയിൽ കുശുകുശിത്തു പറയാൻ തുടങ്ങി. और राजा के सेवक लोग सब कान में कुछ ना कुछ कहने लगे। വിവരം രാജാവിനെ എങ്ങനെ അറിയിക്കും? ये समाचार हम राजा को कैसे बताएंगे? അപ്പോൾ രാജാവ് മനസ്സിലാക്കി മകൻ മരിച്ചുപോയി. और तब राजा को पता चल गया बेटा मर चुका है। നിങ്ങൾ എന്തിനത് മറച്ചു വെക്കണം? तुम क्यों उसे छुपाना? മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ രട്ടു എല്ലാം മാറ്റി കുളിച്ച നല്ല മിടുക്കനായി തൈലം പൂശി ഭക്ഷണം കഴിച്ചു എന്നാ और വായിക്കുന്നത്. मृत्यु बेटे को हो गया, उसके बाद राख के कपड़ों को हटाकर नहा धोकर तेल लगाकर वो भोजन खाता है। ഇനി അവൻ ഇങ്ങോട്ട് വരികയില്ല, ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ കാണുമെന്ന് अब वो പറയുകയാണ്. यहाँ नहीं आएगा, मैं वहां जाऊंगा उसे देखूंगा। നമ്മുടെ ജീവിതത്തിൽ ഏതു പ്രതിസന്ധി വന്നാലും ക്രിസ്തുയേശുവിൽ ധൈര്യപ്പെട്ട് അതിനെ ഫേസ് ചെയ്യുവാൻ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. जिंदगी में कोई भी समस्या आ जाए धीरज के साथ उसका सामना करने में तैयार रह पाए। എന്റെ അപ്പന് മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഹാർട്ട് അറ്റാക്ക് വന്നു മരിക്കുന്നതിന് മുമ്പ്. मेरे पिता को कुछ तीसरी बार दिल का दौरा आकर वो मरता है। ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. अस्पताल में ले गए ആ പോകുന്ന വണ്ടിയിൽ വെച്ച് കൈയൊക്കെ എന്റെ കയ്യ മുറുക്ക പിടിച്ചു. और उस गाड़ी में जो जा रहे थे मेरे हाथ को बड़े थाम लिए। അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ പോകുന്ന വഴിയിൽ തന്നെ ആള് മരിച്ചു പോകും. मैं सोचा कि जाने वाले सफर में ही ये मर जाएंगे। ഹിസ്റ്ററി മുഴുവൻ എനിക്ക് കാണാതെ അറിയാം. इतिहास तो इनका पूरा मुझे पता है। കാഷ്വാലിറ്റിയിൽ പ്രവേശിച്ചു. ഹിസ്റ്ററി മുഴുവനും 2 സെക്കൻഡ് കൂടി ഞാൻ അവരോട് और പറഞ്ഞു. कैजुअलिटी में हम लोग पहुंचे 2 सेकंड में मैंने उनका पूरा इतिहास बता दिया। എന്തെല്ലാം മരുന്ന് കൊടുത്തോ അതെല്ലാം ഞാൻ പറഞ്ഞു. क्या क्या दवाई दी वो सारी बातें मैंने कह दी। ഐസിയുവിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. सीधा आईसीयू में लेकर गए, उसे दाखिल कर दिया എന്നിട്ട് തിരിച്ചു വന്നൊരു കാര്യം പറഞ്ഞു. और लौट कर आकर कहा അടുത്ത ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. एक और इंजेक्शन देना है, 10,000 രൂപ വേണം. 10,000 चाहिए उसके लिए। എവിടുന്ന് കാശ് കൊടുക്കാൻ? कहां से मैं पैसे लाऊं? ഞാൻ ഒട്ടും ചഞ്ചലിച്ചില്ല. मैं थोड़ा भी चंचल नहीं हुआ। അവിടെ നിന്ന് കരയുവാനൊന്നും സമയമെടുത്തില്ല. वहां बैठकर रोने के लिए समय नहीं लिया। ഞാൻ അവരോട് പറഞ്ഞു ഇതല്ലാതെ എന്തെങ്കിലും മരുന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. और मैंने उनसे कहा इसके अलावा और कोई चिकित्सा इलाज कर सकते हो तो कर लो। അതില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് തരിക, ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം. नहीं है तो डिस्चार्ज कर दो, मैं मेडिकल कॉलेज ले जाऊंगा। അവരൊരു മറുപടിയും പറഞ്ഞില്ല. उन्होंने कोई उत्तर नहीं दिया, ഡിസ്ചാർജ് തന്നതുമില്ല. डिस्चार्ज दिया भी नहीं। 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി. चौथे दिन डिस्चार्ज लेकर मैं घर भी ले गया। എന്നാൽ ഐസിയുയിൽ കിടന്ന കിടപ്പിൽ തന്നെ മരിച്ചു പോകുമോ എന്ന് എന്റെ അപ്പൻ ഭയപ്പെട്ടു പോയി. और आईसीयू में क्या मर जाऊंगा, मेरे पिताजी मर जाएंगे सोचकर मैं भयभीत भी हुआ। തീരുമാനമെടുത്തു. वहां मैंने एक निर्णय लिया, ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. परमेश्वर से एक वाचा बांधा, ജീവിക്കുകയാണെങ്കിൽ ഇനി ഞാൻ നിനക്കായിട്ട് ജീവിക്കും. जीऊंगा तो अब तेरे लिए मैं जीऊंगा। അപ്പോ ഐസിയുവിൽ കയറിയാലും എവിടെ കയറിയാലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെ നിർണയം നിനക്കായി ജീവിക്കുമെന്നാകണം. चाहे आईसीयू में जाए या कहीं पे भी जाए हमारा निर्णय यही होना चाहिए कि हम तेरे लिए जिएंगे। മരിക്കുമെന്ന് പ്രതീക്ഷിച്ച് അപ്പനെ ജീവനോടെ നടത്തിക്കൊണ്ട് വീട്ടിൽ പോയി. मृत्यु की आशा रखे हुए पिता को मैं जीवित घर ले गया। എന്റെ അപ്പൻ ഈ ലോകം വിടുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ല മരിച്ചത്. मेरे पिताजी संसार को हार्ट अटैक के साथ नहीं छोड़े थे। പ്രാർത്ഥന കേൾക്കുന്ന ഒരു सो ദൈവമുണ്ട്. प्रार्थना सुनने वाला एक प्रभु है। പ്രതിസന്ധി വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. परेशानियां आएंगे तो निराशित ना हो जाना, പോകരുത്. डगमगा मत जाना। നമ്മുടെ ഹൃദയത്തിന്റെ തീ ഒരു വിചാരമുണ്ടാകണം. हमारे हृदय में एक विचार रहना है, സംഭവിച്ചാൽ എവിടെ വരെ പോകും? घटना हुई तो कहां तक जाएगा? മരണം വരെ वो പോകുകയുള്ളൂ. मृत्यु तक ही जाएगा। എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരുവൻ Amen. നമ്മുടെ രക്ഷകനായിട്ടുള്ള लेकिन ഒരു उसके സ്തോത്രം पार ചെയ്യാം. ले जाने वाला हमारा उद्धार करता है, उसे स्मरण कर हम धन्यवाद दे पाए। വിഷമിക്കുന്ന നിങ്ങളുടെ ഹൃദയം ബലം പ്രാപിക്കട്ടെ. और जो थके हुए हृदय तुम बलवंत हो जाए, നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനക്കേട് तुम्हारे മാറട്ടെ. हृदय में शांति बना रहे, സമാധാനം കൊണ്ട് നിറയട്ടെ. शांति से भर जाए। ചില 2-3 വർഷങ്ങൾക്ക് മുൻപ് कुछ 2-3 साल पहले മിനിയുടെ മമ്മിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായി. मिनी आंटी की माता को भी एक
एक ऑपरेशन हुआ। ലാർജ് ഇൻഡസ്ട്രൈനിൽ ഏതാണ്ട് 2 കിലോ തൂക്കമുള്ള ഒരു മുഴയുണ്ടായി വന്നു. लार्ज इंटेस्टाइन में कुछ 2 किलो जितना गांठ बन गई। ഇവരെല്ലാവരും വളരെ ആകുലപ്പെട്ടു, വ്യാകുലപ്പെട്ടു. ये सब लोग बड़े व्याकुल हो गए। ഓപ്പറേഷൻ ചെയ്തു, ऑपरेशन हुआ, പൂർണ്ണ സൗഖ്യം തമ്പുരാൻ കൊടുത്തു. पूर्ण चंगाई प्रभु ने भी दिया। എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മരുന്നും ചെയ്യുന്നില്ല, मैं तो समझता हूँ अभी कोई दवा भी नहीं ഒരു लेती, follow up മാത്രം. एक फॉलो अप ही लेते हैं। 6 മാസം കൂടുമ്പോൾ ഒന്ന് പോയി ഡോക്ടറിനെ 6 കാണണം. महीने होते हैं डॉक्टर को मिलकर आती അത്രേ हैं, മാത്രമേ ഉള്ളൂ. उतना ही होता है। ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അപ്പച്ചൻ പ്രാർത്ഥിച്ചയക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ऑपरेशन थिएटर में दादाजी जो प्रार्थना करके भेजे वो सब मैं जानता हूँ। കൊണ്ടുപോകാൻ നേരം ചെന്നിട്ട് അമ്മയോട് പറയുകയാണ്, എടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, നീ ധൈര്യമായിട്ട് അകത്തോട്ട് പൊക്കോ എന്ന് 85 വയസ്സുള്ള അപ്പൻ അമ്മയോട് പറയുക. 85 इयर्स रखने वाले इनके पिताजी जो हैं वो दादी को कहती है मैं प्रार्थना कर रहा हूं तू धैर्य के साथ जा। അത് എങ്ങനെ കണ്ണുനീര് ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്, എന്നിട്ടാണ് പറയുന്നത് നീ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. आंसू तो बहा बहा कर वो कह रहे हैं, लेकिन फिर भी वो धैर्य से कहते हैं तू जा मैं प्रार्थना करूंगा। എല്ലാവരുടെയും ഹൃദയത്തിന്റെ അകത്ത് പകലെ ആകുലമുണ്ടായിരുന്നു, വളരെ सबके ആകുലമുണ്ടായിരുന്നു. हृदयों में दिलों में बड़े ही बेचैनी थी। 6-7 ലക്ഷം രൂപ മുടക്കണം, 6-7 लाख खर्च करना है സക്സസ് ആയില്ലെങ്കിൽ അതിലും കഷ്ടം. और सक्सेस नहीं हो तो उससे ज्यादा कष्ट। ഈ ഏകദേശം 3-4 മാസം എന്താണ് വയറ്റിലെ വേസ്റ്റ് എല്ലാം കൂടെ പോകാൻ ഇവിടെ ഒരു ബാഗ്യം സെറ്റ് ചെയ്ത് कुछ വെച്ചിരിക്കുകയാണ്. 3-4 महीने तक तो खाना खाए उसका कचरा निकलने के लिए पेट में एक बैग भी बांध रखा है। പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. पूर्ण चंगाई प्रभु ने दिया। അപ്പൊ ഞാൻ പറയുന്ന ഏത് രോഗം വന്നാലും നമ്മൾ इसलिए നിരാശപ്പെടരുത്. मैं कहता हूँ चाहे जो भी बीमारी आ जाए हम निराशित ना हो। ലാസർ മരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? लाजर मर गया तो क्या कहा गया? ദൈവത്തിന്റെ നാമം മഹത്വമടിക്കുമെന്നല്ലേ പറഞ്ഞത്? परमेश्वर के नाम की महिमा होगी। കല്ലറയിൽ വെച്ചവനെ മടക്കി 4-ാം ദിവസം ജീവനോടെ പുറത്തു കൊണ്ടുവന്നില്ലേ? कब्र में जिसे रखा गया 4 दिन के बाद क्या उसे जीवन के साथ ले नहीं आए? ദൈവത്തിന്റെ സഭയായ നാം ചെയ്യേണ്ടത് ഒരുമിച്ച് ഏതു കാര്യവുമാകട്ടെ അതിനു വേണ്ടി इसलिए പ്രാർത്ഥിക്കുക. परमेश्वर कलीसिया हमें तो यही करना है कि कोई भी विषय हो जाए एक साथ हम प्रार्थना ചില करें। കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണോ എന്ന് നമ്മൾ कुछ വിചാരിക്കും, बातों को हम सोचते हैं कि हमारे नियंत्रण में है, ചിലത് ബിയോണ്ട് അവർ കൺട്രോൾ ആയിരിക്കും. कुछ तो हमारे नियंत्रण से बाहर हो जाता है। എന്നാൽ അത് ദൈവത്തിന്റെ കൺട്രോളിലാണ് പോകുന്നത്. Amen, लेकिन वो तो परमेश्वर के नियंत्रण में चलता है। കാര്യത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിലും അത് ദൈവത്തിന്റെ കൺട്രോളിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. किसी भी विषय पे आप बोझित हो परमेश्वर के नियंत्रण में आप छोड़ दो। ഒരു ചെറിയ കാര്യം വന്നാലും അതിനെ പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. एक छोटी सी भी बात आ जाए तो उसे हम कर नहीं पाते हैं। ഇവിടെ നിൽക്കുന്ന ഞാൻ ഈ പ്രസംഗം തീർക്കുമോ എന്ന് ദൈവത്തിനല്ലാതെ ആർക്കും അറിയില്ല. Amen, आज यहाँ मैं खड़ा हूँ प्रचार कर रहा हूँ, क्या पूर्ण कर पाऊंगा ये भी केवल प्रभु को ही पता। മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ് വീട്ടിൽ ചെല്ലുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൺട്രോളും ദൈവത്തിന്റെ കൃപയും Amen, മാത്രം. मीटिंग खत्म कर कर आशीर्वाद करके घर पहुंचो तो परमेश्वर की करुणा और कृपा ही है। ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. परमेश्वर की उस कृपा के लिए हम धन्यवाद 4 करें। പേർ ഒരുമിച്ച് യേശുവിന്റെ അടുക്കലേക്ക് ഇറക്കി വെച്ചു കൊടുത്തു. 4 लोग एक साथ यीशु के सामने उस खाट को उतारते हैं। കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടു. ले आए हुए के विश्वास को देखा गया। മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. हे बेटे तेरे पाप से मैं तुझे छुटकारा देता हूँ। എടുത്തവൻ വീട്ടിലേക്ക് നടന്നു खाट പോയി. लेकर वो घर की ओर चले गए। ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുവാൻ കഴിവുള്ളതാണ് ദൈവസഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന എന്ന് इसलिए कोई भी പറയുന്നത്. असंभव बात को संभव कर पाए यही तो शक्ति है परमेश्वर की कलीसिया की प्रार्थना। അതുകൊണ്ട് ആരുടെയും വിഷയമാകട്ടെ ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിപ്പാൻ इसलिए കഴിയണം. किसी का भी विषय हो एक मन के साथ कलीसिया प्रार्थना कर पाए। സഭ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. कलीसिया एक मन से प्रार्थना करे तो वह चमत्कार और वीर के कार्य होंगे। അത് ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാം. और पहले शताब्दी के कलीसियाओं में बड़े स्पष्ट रूप से हम देख भी सकते हैं। ഉപദ്രവം ഉണ്ടാകുമ്പോൾ കൂട്ടായിട്ട് പ്രാർത്ഥിക്കുക. सतावा हो तो एक साथ प्रार्थना करें। അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ അധ്യായം प्रेरितों की किताब 4 अध्याय 24-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. 24वां कलम। അതിനുവേണ്ടി അവർ ഒരുമനപ്പെട്ട ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനേ, यह सुनकर ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധം പറയുകയും അവന്റെ ആജ്ഞപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളിച്ചെയ്ത निकटे वाइक्या हिंदी में पढ़िएगा. उन्होंने एकजुट होकर ऊंचे शब्द से परमेश्वर से कहा, हे स्वामी, तू वही है जिसने स्वर्ग
पृथ्वी और समुद्र और जो कुछ उसमें है बनाया। पवित्र आत्मा के द्वारा अपने सेवक हमारे पिता दाऊद के मुख से कहा, अन्य जातियों ने हुल्लड़ क्यों मचाया और देश देश के लोगों ने क्यों बैठकर बातें सोची। प्रभु और उसके मसीह के विरोध में पृथ्वी के राजा खड़े हुए और साथ इकट्ठे हो गए, क्योंकि सचमुच तेरे सेवक यीशु के विरोध में जिनका तूने अभिषेक किया हेरोदेस और पिंतुस पिलातुस भी अन्य जातियों और इस्राएलियों के साथ इस नगर में इकट्ठे हुए। Amen. कि जो कुछ पहले से तेरी सामर्थ और मसीह से ठहरा था वही करे। अब हे प्रभु उनकी धमकियों को देख और अपने दासों को यह वरदान दे कि तेरा वचन बड़े हियाव से सुनाए। चंगा करने के लिए तो अपना हाथ बढ़ा कि चिन्ह और अद्भुत काम तेरे पवित्र सेवक यीशु के नाम से किए जाए। Amen. प्रार्थना कर चुके सुबह स्थान जाओ एक निकल गया और सब पवित्र आत्मा से परिपूर्ण हो गया। परमेश्वर का वचन हियाव से सुनाते रहे। ആ ദൈവ പ്രവൃത്തിക്കായിട്ട് നമുക്കൊന്ന് സ്തോത്രം उस ചെയ്യാം. परमेश्वर के कार्य के लिए हम धन्यवाद कर पाए। പത്രോസിനെയും കൂട്ടരെയും വിട്ടയച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ पतरस വായിക്കുന്നത്. और उसके लोगों को भेज दिया गया, उसके बाद का एक प्रार्थना हम देखते हैं। അവരാരോടാണ് वो പ്രാർത്ഥിച്ചത്? किससे प्रार्थना करते हैं? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. आकाश पृथ्वी और समुद्र की सारी वस्तुओं को जिसने बनाया उस परमेश्वर से प्रार्थना करते हैं। നമുക്ക് ഈ ഒരു ധാരണ ഹൃദയത്തിലുണ്ടാകണം. हमारे मनों में भी ये एक धारणा बना रहे, പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. कार्य करने में शक्तिमान प्रभु से हम प्रार्थना करते हैं। ആകാശം ഭൂമി സമുദ്രം എല്ലാം ഉണ്ടാക്കി നിയന്ത്രിക്കുന്ന ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. आकाश पृथ्वी और समुद्र की सारी बातों को बनाने वाले परमेश्वर से हम प्रार्थना करते हैं। പ്രവർത്തിപ്പാൻ യാതൊരു സീമയും ഇല്ലാത്ത കർത്താവിനോടാണ് നമ്മൾ और जो പ്രാർത്ഥിക്കുന്നത്. कार्य करने में कोई सीमित ना हो ऐसे प्रभु से हम प्रार्थना करते हैं। സമുദ്രത്തെ ഉണ്ടാക്കിയവൻ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവനാണ്. समुद्र को जिसने बनाया उसी ने तो लाल समुद्र को दो भागित किया। കാറ്റിനെയും കടലിനെയും ഉണ്ടാക്കിയവൻ അതിനെ നിയന്ത്രിച്ച കർത്താവിനോടാണ് आंधी നമ്മൾ और तूफान को പ്രാർത്ഥിക്കുന്നത്. जिसने बनाया उसी पे नियंत्रण करने वाले प्रभु को प्रार्थना करते हैं। ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. आकाश पृथ्वी और समुद्र की सारी बातों को जिसने बनाया उस प्रभु से हम प्रार्थना करते हैं। സുവിശേഷ നിമിത്തം പീഡയുണ്ടായപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്. सुसमाचार में सता हुआ वो तब हम प्रार्थना करते हैं। നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാകട്ടെ, हमारे व्यक्तित्व परेशानियां हो जाए, സാമൂഹിക പ്രശ്നങ്ങളാകട്ടെ, सामाजिक विषय हो जाए, നമ്മെ കൊണ്ട് നിയന്ത്രിപ്പാൻ കഴിയാത്ത കാര്യത്തിൽ हम जिन बातों पे नियंत्रण न कर पाए उन बातों पे ദൈവസഭ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുക. परमेश्वर की कलीसिया इकट्ठा होकर एक मन में प्रार्थना करें। ദൈവം സംഭവിക്കണമെന്ന് നിയമിച്ചത് സംഭവിക്കുക തന്നെ ചെയ്യും. प्रभु ने जिस बात का निर्णय लिया वो तो होता ही रहेगा। ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകും. परमेश्वर की योजनाएं पूर्ण होंगी, സംഭവിക്കണം എന്ന് संभव होना है। നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യമെന്ന 28ാമത്തെ വാക്യം. 28 में कलम में लिखा गया है कि कुछ भी जो पहले से तेरी सामर्थ और मति से ठहरा गया वो करेगा। ഇപ്പോൾ കർത്താവേ നീ അവരുടെ ഭീഷണിയെ നോക്കണമെന്ന് अब പറഞ്ഞു. तू उनकी बातों को जरा देख, धमकियों को जरा देखना। സുവിശേഷത്തിന് വിരോധമായുള്ള മഹാപുരോഹിതന്മാരുടെ ഭീഷണിയെ നോക്കണമെന്ന് അവര് सुसमाचार के പ്രാർത്ഥിക്കുന്നത്. विरोध जो महायाजक लोगों की बातों को कहते हैं। 30ാമത്തെ വാക്യം. 30वां कलम, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും चंगा करने के लिए तू अपने हाथ को बढ़ा നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ और तेरे पवित्र सेवक यीशु के नाम में അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും चिन्ह और अद्भुत के काम होने के लिए നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുക. तेरे वचन को पूर्ण धैर्य के साथ प्रचार करने നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് तेरे പ്രാർത്ഥിക്കുകയാണ്. दास लोगों को तू अपने अनुग्रह को उंडेल प्रार्थना करते എവിടെ हैं। യേശുവിന്റെ കരം നീളുന്നോ അവിടെ സൗഖ്യമുണ്ടാകും. जहाँ यीशु का हाथ उठता है वहाँ चंगाई है। യേശുവിന്റെ നാമം എവിടെ ഉയരുന്നോ അവിടെ അത്ഭുതങ്ങളും यीशु का नाम जहाँ उठता है वहाँ चिन्ह और चमत्कार होती है। പൂർണ്ണ ധൈര്യത്തോടെ അവിടെ ദൈവവചനം पूर्ण പ്രസ്താവിക്കപ്പെടും. धैर्य के साथ वही आपके साथ प्रचार होता है। അതിനുള്ള കൃപ ദൈവം തന്റെ ദാസന്മാർക്ക് നൽകും. उसके लिए जो अनुग्रह चाहिए परमेश्वर अपने दास लोगों को उंडेल ഇങ്ങനെ कर देता है। പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം അവിടെ ऐसे സംഭവിച്ചു. प्रार्थना करते तो वहाँ एक घटना होता है। അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. वहाँ इकट्ठा हुआ जगह हिल गया, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി सब തീർന്നു. पवित्र आत्मा में भर गए। ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. परमेश्वर का वचन
धीरज के साथ प्रचार करने അതെ, लगे। ഏക മനസ്സോടെ സഭ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ तो നടക്കും. एक मन से कलीसिया प्रार्थना करे तो कुछ घटनाएं होंगी। ഒന്ന്, സകലരുടെയും അധൈര്യം മാറും. पहला सबका जो अधैर्य हट जाएगा, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങും. पवित्र आत्मा का शक्ति उतर आएगी। കൂടിയിരിക്കുന്ന സ്ഥലം കുലുങ്ങുന്ന മാതിരിയുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. इकट्ठा होने वाले जगह जो है हिल जाए, ऐसे परमेश्वर के कार्य होंगे। ആത്മീയത്തിൽ ആരോഗ്യമുള്ള സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സഭയാണ്. आत्मिकता में जो तंदुरुस्त कलीसिया एक साथ प्रार्थना करती है, പ്രകാരം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. परमेश्वर के वचन के हिसाब से चिन्ह और चमत्कार होंगी। കൂടിവരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വസിക്കും. इकट्ठा होने वाले लोगों के ऊपर पवित्र आत्मा की शक्ति वास അവരുടെ करेगी, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. उनके जीवन को रूपांतरित करेगी। ദിവസങ്ങളിൽ ഈ സഭയ്ക്ക് ഏക മനസ്സോടെ പ്രാർത്ഥിക്കാം. इन दिनों में ये कलीसिया एक मन से प्रार्थना करे। ചെറിയ ആൾ മുതൽ വലിയ ആൾ വരെയുള്ളവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വസിക്കട്ടെ. छोटे से लेके बड़े लोगों के ऊपर परमेश्वर की आत्मा की शक्ति आकर वास करे, മാറിയവരെ പോലെ ആയിത്തീരട്ടെ. और उन दिनों में वो उनके समान हो जाए। ആത്മാവിന്റെ ശക്തിയും തേജസ്സും ഓരോരുത്തരുടെയും മേൽ ഇന്ന് പകൽ परमेश्वर की വ്യാപരിക്കട്ടെ. आत्मा शक्ति एक एक के ऊपर उंडेला जाए। ആരോഗ്യമുള്ള സഭയായി നമ്മൾ രൂപാന്തരപ്പെടട്ടെ. तंदुरुस्ती वाली कलीसिया समान हम बदल जाए। ആത്മീയ വ്യാപാരത്തിനെതിരായി നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറി പോകട്ടെ. आत्मिकता की बेदारी के खिलाफ रहने वाले अंधकार की शक्तियां हट जाए। ദൈവപ്രവൃത്തിക്ക് വിപരീതമായി വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് परमेश्वर के कार्यों के खिलाफ रहने वाला अंधकार की शक्तियों को यीशु के नाम में हम सब एक साथ डांटते हैं। പ്രവൃത്തി ജനത്തിന്റെ മേൽ ഇറങ്ങി प्रभु വസിക്കട്ടെ. तेरा कार्य इन लोगों के ऊपर आकर वास करे। ആത്മീയ ജീവിതത്തിന്റെ ഉത്സാഹം കെടുത്തുന്ന ദുഷ്ട വ്യാപാരങ്ങൾ വഴിമാറട്ടെ. आत्मिक जो जिंदगियों के बीच में दुष्ट जो कार्य होते हैं हट जाए। ജനം ആത്മാവിൽ എരിവുള്ളവരായി തീരട്ടെ. लोग आत्मिकता में और ज्यादा तीक्ष्ण वाले बने। ഇരിക്കുന്ന സ്ഥലം മറന്ന് ദൈവത്തെ ആരാധിപ്പാൻ जहाँ बैठे हो जगहों को भूल कर आराधना कर पाए, വിട്ടൊഴിഞ്ഞവരായി മടങ്ങിപ്പോകട്ടെ. और धन्यवाद के साथ वो लौट पाए। ചൈതന്യം ജനത്തിന്റെ മേൽ आत्मिक വ്യാപരിക്കട്ടെ. बेदारी लोगों के ऊपर हो जाए। ഹല്ലേലൂയ. हालेलुया। നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു हम കൊടുക്കാം. परमेश्वर के हाथ में अपने आप को सौंपे। കർത്താവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രഭു. മനസ്സോടെ പ്രാർത്ഥിക്കാം. प्रभु हमें रूपांतरित करना, एक मन से हम प्रार्थना करें, പൂർണ്ണബലത്തോടെ, पूर्ण बल के പൂർണ്ണ साथ, ആരോഗ്യത്തോടെ, पूर्ण तंदुरुस्ती के പൂർണ്ണ साथ, ശക്തിയോടെ, पूर्ण शक्ति के പൂർണ്ണ साथ, ഹൃദയത്തോടെ, एक हृदय के പൂർണ്ണ साथ, ആത്മാവിൽ पूर्ण आत्मा में നമുക്ക് പാടി മഹത്വപ്പെടുത്താം. परमेश्वर की आत्मा में